റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമികളാണത്രേ. റഹ്മാനായ സ്നേഹനിധിയായ റബ്ബ് നമ്മളൊക്കെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖാദിമികളിൽ പെടുത്തട്ടെ, മുഹിബ്ബീങ്ങളിൽ പെടുത്തട്ടെ, ആഷിഖ്യങ്ങളിൽ പെടുത്തട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെയും മഗ്ഫിറത്തും റഹ്മത്തും സ്വർഗീയ ജീവിതവും നൽകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയ ആളുകളിൽ പല ആളുകളും പല വിധേനയുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരായിരിക്കാം. അള്ളാഹു എല്ലാം ദൂരീകരിക്കട്ടെ. സർവ്വരോഗങ്ങളിൽ നിന്നും സർവ്വമാരാരോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമുക്ക് മോചനം നൽകട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാരെല്ലാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ചുകൊണ്ട് വന്നവരായിരിക്കാം. അള്ളാഹു സർവ്വ ആളുകളുടെയും മുറാദുകൾ ഹസിലാക്കി തരട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അള്ളാഹ് കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നിങ്ങൾക്കറിയാം, ഞങ്ങൾ വേദിയിൽ ഏകദേശം 6-7 പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവരെല്ലാം നിങ്ങളുടെ മുമ്പിൽ മദ്ഹാലപിക്കാൻ വന്നവരാണ്. അതുകൊണ്ട് ഇനിയും ആമുഖം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. മനോഹരമായ രീതിയിൽ മദീനയെ നിങ്ങൾ സ്നേഹത്തോടുകൂടി, എൻ്റെ ഹബീബാണ്, എൻ്റെ ഹബീബിൻ്റെ മദീനയെ കുറിച്ചാണ് അത് പാടുന്നത് എന്ന വല്ലാത്തൊരു അനുഭൂതിയോടുകൂടി കണ്ടു ചിമ്മി മനോഹരമായ റാഹത്തുകളോടുകൂടി നിങ്ങൾ കേൾക്കണേ എന്ന് വിനീതമായിട്ട് ഉണർത്തുന്നു. റാഹത്തോടുകൂടി അവതരിപ്പിക്കാൻ അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. സന്തോഷത്തോടെ, ആത്മീയ ഉത്സാഹത്തോടെ, ആത്മീയ നിർവൃതിയോടെ, ആത്മീയ കുളിരോടുകൂടെ ഹബീബിനെ കേൾക്കാൻ നമുക്കൊക്കെയും അള്ളാഹു ഭാഗ്യം നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. गुंबद जो देखोगे जमाना भूल जाओगे, अगर तैबा को जाओगे तो आना भूल जाओगे. മദീനയിലൊന്ന് പോയിടണോ, മനസ്സു തുറന്ന് കരഞ്ഞിടണം, പതിയ സലാം ചൊല്ലിടണോ, പരിച്ചൻ കൽബ് നൽകിടണോ. നയിത്തിരാവോ സിയാദ ചാന്ദ് താരോ അപ്പീനി രംഗത്ത് പൾ. നയിത്തിരാവോ സിയാദ ചാന്ദ് താരോ അപ്പീനി രംഗത്ത് പൾ. മേരെ ആका को देखोगे चमकना भूल जाओगे. മദീനയിലൊന്ന് പോയിടണോ, മനസ്സ് തുറന്ന് കരഞ്ഞിടണോ, പതിയ സലാം ചൊല്ലിടണോ, പരിച്ചൻ കൽബ് നൽകിടണോ. മദീനയിലൊന്ന്
അഭയത്തിൽ സ്നേഹപാഠം പകർന്നുള്ള ബലത് മനം നൽകി നബിയോരെ കാത്തിരുന്ന തെരുവ് അഭയത്തിൽ സ്നേഹപാഠം പകർന്നുള്ള ബലത് മനം നൽകി നബിയോരെ കാത്തിരുന്ന തെരുവ് ഹൃദയത്തിൽ വസിക്കുന്ന മദീനക്കില്ലതിര് ഇരമ്പുന്ന സ്വലവാത്തിൽ പൊതിഞ്ഞുള്ള ശുക്ർ വിശപ്പിന്റെ വിളിക്കെട്ട ചെറുതമുണ്ടതിന് വിരഹങ്ങൾ പറയുമ്പോൾ സുഖം തരും ബലത് വിശപ്പിന്റെ വിളിക്കെട്ട ചരിതമുണ്ടതിന് വിരഹങ്ങൾ പറയുമ്പോൾ സുഖം തരും ബലത് വിതുമ്പുന്ന ഹൃദയങ്ങൾ കുളിർ കണ്ട മദത് വിലപങ്ങളകറ്റുന്ന ഹബീബിന്റെ തുരുത്ത് വിമോചന വീടാണേ നിർഭയമേകും നൂറാണേ വിധിവിലാസമിതഴകാണേ സ്നേഹഭൂമി മദീന വിശുദ്ധ ബലദ് അമീന സ്നേഹഭൂമി മദീന വിശുദ്ധ ബലദ് അമീന സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ قمر نبي الهدى وأوجد نوره قبل خلق العالم فسماه محمدا اللهم صل وسلم وبارك عليه പ്രിയമുള്ളവരെ ജവാബ് എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റ് ചെയ്യണം ചെല്ലണമെന്ന് വിനീതമായിട്ടുള്ളൂ കൂടെ ഉറക്കെ ചെല്ലണേ വസ്സലാമു അലാ റസൂൽ الشفيع الأبطالي والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي مولي الصلاة على النبي السلام على رسول الشفيع الأبطالي والحبيب العربي ഉമ്മയും ഉപ്പയുമായവരെ അവരെക്കാൾ ഗുണമുള്ളവരെ ഇല്ല അവരിൽ ഇതുപോലെ ഉത്തമരാം സീതരേ
الصلاة على النبي كل وقت دائما الصلاة على النبي كل وقت دائما نجم في السماء سيدي خير النبي الصلاة على النبي السلام على الرسول الشفيع الأبطال والحبيب العربي ونلترمدكم نار അത്രയും മിക്ക സ്വലാത്തുകളായി ചൊല്ലാമുത്ത് റസൂലിലായി ഉത്തമരാം നബി സയ്യിദരേ സ്വലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ ശഫീഉൽ അബ്താഹി വൽ ഹബീബിൽ അറബി അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി മറ്റു മദ്ഹഗാനങ്ങളിലേക്ക് കടക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറേ നമ്മൾക്ക് മദ്ഹകളൊക്കെ കേൾക്കാനുള്ളത് കൊണ്ടെന്ന് സമയപരിമിതിക്കുള്ളിൽ ഇൻഷാ അല്ലാഹ് മദീനയിലേക്കും ഖവാലിലേക്കൊക്കെ കടക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ഈ ശബ്ദം, നമ്മുടെ ഈ പ്രപഞ്ചം അള്ളാഹു സൃഷ്ടിച്ച് പരിപാലിച്ചു പോറ്റുന്നുവെങ്കിലും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഉമ്മത്തിൽപ്പെട്ട ആളുകളുടെ സർവ്വ ഹസനാത്തുകളും ലൈവായിട്ട് കാരുണ്യ ഹബീബുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. എന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് നമുക്കറിയാം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ചൊല്ലുന്ന സ്വലാത്തുകൾ തുഅറദു അലൈഹി അള്ളാഹുവിൻ്റെ ഹബീബിന് വെളിവാക്കി കൊടുക്കുമെന്നാണ്. പ്രത്യേകിച്ച് സ്വലാത്ത് എന്നത് സ്വലാത്തിൽപ്പെട്ടതാണല്ലോ മദ്ഹിൻ്റെ സദസ്സ്, മദ്ഹിൻ്റെ മജ്ലിസ്. ഈ മജ്ലിസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഹബീബിൻ്റെ ഖബൂലിയത്തുള്ള, ഇഷ്ടമുള്ള, സ്നേഹത്തോടെയുള്ള, നോട്ടമുള്ള ഒരു മജ്ലിസായി, റഹ്മത്തോടെയുള്ള നോട്ടം കൊണ്ടുള്ള ഒരു മജ്ലിസായി അള്ളാഹു നമ്മുടെ മജ്ലിസിനെ ഖബൂലാക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഹബീബോരോട് വല്യാത്ത മുഹബ്ബത്ത് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഓ മധുരാത്മരാഗമോ മനസ്സിൻ സായുജ്യമോ ഓ മധുരാത്മരാഗമോ മനസ്സിൻ സായുജ്യമോ മധുരാത്മരാഗമോ മനസ്സിൻ സായുജ്യമോ മുനീറേ ബദർ ओ अमीने ज़मीने ज़माने बदर ओ हबीब रसूले ओ हबीब रसूले ओ मधुरात्मरागमो मनसिन सायुज्യമോ मधुरात्मरागमो मनसिन सायुज्യമോ मुनीर बदर ओ अमीने ज़मीने ज़माने बदर ओ हबीब रसूले ओ हबीब रसूले ओ मधुरात्मरागमो
അഭിവാജ്യമാനന്ദ ദായക ജീവേ ദായക ജീവേ അഭിവാജ്യമാനന്ദ ദായക ജീവേ ദായക ജീവേ അവിരാമ സ്നേഹ പരാഗ പൂങ്കാവേ പരാഗ പൂങ്കാവേ ആവോളമിഷ്കിന്റെ പൂന്തേ നുകർന്ന് ആലോക നേതാവിൻ പദവിയുയർന്ന് റഹീമായോന്റെ തിരുനൂറായോരേ റഹീമായോന്റെ തിരുനൂറായോരേ റഹീമായ തമ്പുരാന്റെ അമ്പിനാലെ മുമ്പിലായ ഖൈറുൽ ബശർ ഓ അമീനേ ഓ അമീനേ സമീനേ സമാനേ ബദർ ഓ ഹബീബ് റസൂലേ ഓ ഹബീബ് റസൂലേ ഓ മധുരാത്മരാഗമോ മനസ്സിൻ സയൂജ്യമോ മധുരാത്മരാഗമോ മനസ്സിൻ സയൂജ്യമോ മുനീരേ ബദർ ഓ അമീനേ സമീനേ സമാനേ ബദർ ഓ ഹബീബ് റസൂലേ ഓ ഹബീബ് റസൂലേ യാ റസൂൽ യാ റസൂൽ തിരുദൂതരേ എൻ മഹമൂദരേ ഒരു ജ്ഞാന പുകൾ പാടുവേ പുകൾ പാടുവേ പുകൾ പാടുവേ ഖുർആനിൻ വെളിച്ചം കരളിൽ പൊഴിച്ചു മനുഷ്യകുലത്തെ ഉണർത്തി നയിച്ച തിരുദൂതരേ എൻ മഹമൂദരേ ഒരു ജ്ഞാന പുകൾ പാടുവേ ഒരു ജ്ഞാന പുകൾ പാടുവേ ബദറിന്റെ മണ്ണിൽ സത്യത്തിനായി ജിഹാദ് മുഴക്കി ഉഹദിൽ സ്വഹാബരൊന്നിച്ചു കൂടി ധർമ്മം പുലർത്തി രക്തത്തിൽ മുങ്ങി തക്ബീർ ചൊല്ലി യുദ്ധം നടത്തി ഖന്തക്കിൽ ശത്രു സംഘത്തെ നീക്കി നഷ്ടം നികത്തി ആലം പടച്ചവന്റെ ആജ്ഞക്ക് പാത്രമായി ആകാശവീചി പോകി മിഅ്റാജ് പോയതല്ലോ റസൂലേ റസൂലേ ഉടയോനിൽ മാത്രം ഉള്ളം പതിച്ചും പരിതാപമേറെ പലതും സഹിച്ചും മനുഷ്യകുലത്തെ ഉണർത്തി നയിച്ച യാസീൻ നബിയ തിരുദൂതരേ എൻ മഹമൂദരേ ഒരു ജ്ഞാന പുകൾ പാടുവേ ഒരു ജ്ഞാന പുകൾ പാടുവേ സ്നേഹം വിതച്ച് ത്യാഗം വരിച്ചു മണ്ണിൽ ജ്വലിച്ചു ഭാര്യൻ മനസ്സിൽ ദീനിൻ സുഗന്ധസാരം നിറച്ചു യത്തീമിനായി മിസ്കീനിനായി വഴികൾ തുറന്നു അഗതിക്ക് നിത്യമടിമക്ക് നിത്യം അഭയം കൊടുത്തു റബ്ബായ തമ്പുരാന്റെ അന്ത്യപ്രവാചകര് ആദം നബിക്ക് മുമ്പേ
മനുഷ്യകുലത്തെ ഉണർത്തി നയിച്ച യാസീൻ നബിയ തിരുദൂതരേ എൻ മഹ്മൂദരേ ഒരു ജ്ഞാന പുകൾ പാടുവേ ഒരു ജ്ഞാന പുകൾ പാടുവേ പുകൾ പാടുവേ പുകൾ പാടുവേ ഖുർആനിൻ വെളിച്ചം കരളിൽ പൊഴിച്ചു മനുഷ്യകുലത്തെ ഉണർത്തി നയിച്ച തിരുദൂതരേ എൻ മഹ്മൂദരേ ഒരു ജ്ഞാന പുകൾ പാടുവേ ഒരു ജ്ഞാന പുകൾ പാടുവേ. ഇൻഷാ അല്ലാഹ് ഇവിടെ പാടുന്ന മദ്ഹുകളൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. ഖവാലിയിലേക്കൊക്കെ കടക്കുകയാണ്. പരിശുദ്ധ ഹബീബുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്ത് വെക്കാൻ ഹബീബിനെ കുറിച്ച് കൂടുതൽ നമുക്ക് അറിയണം, മനസ്സിലാക്കണം എന്നുള്ളതാണ്. പുസ്തകങ്ങൾ, കിതാബുകൾ, അതുപോലെ ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങൾ, വാളുകൾ, ഇഷ്ക് മജ്ലിസുകളിൽ നിന്നൊക്കെ ധാരാളമായിട്ട് കേൾക്കണം. ഇതുപോലെ ഓരോ മദ്ഹഗാനങ്ങളിലും വിശാലമായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങൾ, സിഫാത്തുകൾ, അവിടുത്തെ ആ പ്രിയപ്പെട്ട ജീവിത ശൈലികളെല്ലാം, അതുപോലെ ഹബീബിൻ്റെ ശാരീരികമായ വർണ്ണനകൾ, മദീനയെക്കുറിച്ചുള്ള വർണ്ണനകൾ, ഇങ്ങനെ ഓരോന്നും മധുകളിലൂടെ കേൾക്കുമ്പോഴും അധികവും മലയാള ഗാനങ്ങളായത് ആ ഒരു മൈൻഡ് കൊടുത്തുകൊണ്ട് കേട്ട് കഴിഞ്ഞാൽ വല്ലാത്തൊരു അനുഭൂതി, സുഖം കിട്ടാൻ അത് കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഖവാലിയിലേക്ക് കിടക്കുകയാണ്. ഇവിടെ പാടുന്ന സർവ്വ മധുകളും ഇവിടെ ചൊല്ലിയ ബൈത്തുകളും എല്ലാം ഖസീദുകളും എല്ലാം അള്ളാഹു നമ്മൾ കബൂലാക്കട്ടെ. या नबी या नबी सल्लो अलैहि व आलिहि तू कुजा मन कुजा तू कुजा मन कुजा मन कुजा तू कुजा मन कुजा मैं फकीरे अजम मेरे हरम में फकीरे आजा तेरे उन्होरियलब मैं तलब ही तलब तेरे गुन्नोर यलब में तलब ही तलब तू हता ही हता तू कुजा मन कुजा 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 इल्हाम है जामा तेरा इल्हाम है जामा तेरा फुरका इमामा ए तेरा इमामा है तेरा मिंबरी तेरा अर्श परी मिंबर तेरा अर्शे बरी या रहमतल लिल आलमीन तू कुजा मन
कुजा मन कुजा तू कुजा मन कुजा तू कुजा मन कुजा तू कुजा मन कुजा तू है यहराम अनवार पाते हुए तू है एहराम अनवार बाते हुए मैं तो रूदों की दस्तार पाते हुए मैं तो रूदों की दस्तार बाते हुए अब ये इश्क तू मैं तेरे जार सू खबरे इश्क तो मैं तेरे जारज़ू तो असर में दुआ तू कुजा मन कुजा 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 तू कुजा मन नबी या नबी तू कुजा मन कुजा तू कुजा मन ഇൻഷാല്ലാ ബുർദയിലേക്ക് കടക്കുകയാണ്. അല്പം ഇവിടെ ചൊല്ലുന്നു. നിങ്ങളെല്ലാവരും ജവാബൊക്കെ ഏറ്റ് ചൊല്ലുക. അള്ളാഹു ബുർദയുടെ ബർക്കത്ത് നമുക്ക് നൽകട്ടെ. ബഹുമാനപ്പെട്ട സൂഫി വര്യനായ മഹാത്മാവായ ബഹുമാനപ്പെട്ട ഇമാമുൽ അൽബുസൂരി റഹിമഹുല്ലാഹു തആല വലിയ അത്ഭുതങ്ങളൊക്കെ കാണിച്ചു കൊണ്ട് ബുർദ തുന്നിച്ചേർത്തിരിക്കുകയാണ്. ഒരുപാട് പ്രണയകാവ്യങ്ങൾ, ഒരുപാട് ഖസീദകൾ ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ലോക പ്രസിദ്ധിയാർജിച്ച പ്രശസ്തമായ പരിശുദ്ധമായ ബുർദയാണ് നമ്മൾ ചൊല്ലുന്നത്. ഇൻഷാ അല്ലാഹ് കുറച്ചു മാത്രം ചൊല്ലുകയാണ് ബർക്കത്തിന് വേണ്ടിയിട്ട്. അള്ളാഹു ഖബൂലാക്കട്ടെ. നിങ്ങൾ ജവാബൊക്കെ വരുന്ന സമയത്ത് ജവാബിലൊക്കെ പങ്കുചേരണമെന്ന് ഉണർത്തുന്നു. മുക്രമുൻ ഖാലൽ ഫളി സ്വലവാത്തുല്ലാഹി അലൈഹി ويخال من الرحمن مؤمن صلى عليه مصطفى نادى الخير صلوات الله عليه وينال من البركات مؤمن صلى عليه من تذكر جيران بذي سلمي مزجت دما جرى من مقلة بدمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم أم هبت بهم من تلقاء كلمتي وأومض البرق في الماء من عظمي فما لعينك قلت كفو فهمتا وما لقلبك قلت استفق يهمي يحسب الصبوان الحب مكتمون يحسب الصبوان الحب منكتمون ما بين منسجم منه ومضطرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لولا الهوى لم تريق دمعا على طللين ولا أرقت لذكر الباني والعلم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم فكيف تنكره من بعدما شهد به عليك عدول الدمع والسقم مولاي صل وسلم دائما أبدا على حبيبك غار الخلق كلهم وأثبت
مجدها ضيع عبرة وضنا مثل البهار على خديك واللنمي نعم سرى طيف ما أهوى فأرقني والحب يعترض لذاتي بالألم يا لائمي في الهبل أدري معذرة إني إليك ولو أنصفت لم تلوي عدتك حالي لا سدي بمستترين عن البشاة ولا غائب منحسر نحلتني النصح لكن لست أسمع إن المحب عن والله في صمم مولا 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 يصلي وسلم دائما أبدا على حبيبك خير الخلق كلهم إني اتهمت النصيب الشيب في عدلي والشيب أبعد في حسن عن التهم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم فإن مرتي بالسوء ما تعظى من جهلها بنذير الشيب والحرام ولا أعدت من الفعل الجميل قرار ضيف لما برأس غير محتشم لو كنت أعلم أني ما أوقره قدمت سيرا بدلي منه بالكتم من لي برد جماح من قضايتها كما يرد جماه الخيل باللجم فلا تروم بالمعاصي كسر شهوتها إن الطعام يقوي شهوة النهر مولاي مولاي سلم دائما أبدا على حبيبك خير الخلق كلهم والنفس كالطفل إن تهمله شبالا بالرضاعي وإن تفتمه ينفطم فاصرف هواها وحذر أن توليه إن الهوى ما تولى يسمي أو يسمي وراعيها وهي في الأعمال سائمة وإن هي استحلت المرعى فلا تسمي مولاي مولاي سلم دائما أبدا على حبيبك خير الخلق كلهم حسنات لذة للمرء قاتلة من حيث لم يدري يسم في دسمي واخشى الدسائس من جوع ومن شباع فربما خماستي شر من التهم واستفرغي دمعا من عين قد امتلأت من المهارم والزمح يتنى مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم وخالف نفس وشيطان وعصيهما وإنهما ما حظى كالنصح فاتهمي ولا تطع منهما خصما ولا حكما
بين الخصم والحكم أستغفر الله من قول بلا عمل لقد نسبت به نسلا لذي حكمي أمرتك الخير لكن ما اجتمعت به وما استقمت فما قولي لك سقيمي ولا تزودت قبل الموت نافلة ولم أصلي سوى فرض ولم أصومي ظلمت سنة من أحيا الظلام إلى أن اشتكت قدما الضر من مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد سيد الكونين والثقلين والفريقين من عرب ومن عجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم نبينا الآمر ناهي فلا أحد أبرى في قول لا منه ولا نعمي هو الحبيب الذي ترجى شفاعته لكل حول من الأهوال مقتحم دعا إلى الله فالمستمسكون به مستمسكون بحبل غير منفصم فوق النبيين في خلق وفي خلق ولم يدانوه في علم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم اللهم صل وسلم عليه എല്ലാവരും ജസ്റ്റ് ഒന്ന് എണീച്ച് നീ ആക്രമണം ഇൻഷാല്ലാ കൂടെ ആക്രമം അറിയുന്നവരുണ്ടാവില്ലേ ഫോണിൽ ഓൺ ചെയ്തിട്ടൊക്കെ ആണെങ്കിലും നോക്കിയിട്ട് കൂടെ ആക്രമം ഫുള്ളായിട്ട് നമ്മൾ ഇൻഷാല്ലാ അവിടെ ചൊല്ലുകയാണ് നമ്മൾ പുറത്ത് കുറച്ചാണ് ചൊല്ലിയത് അള്ളാഹു ഇതൊക്കെ നമ്മൾ കബൂലാക്കട്ടെ ഇതൊക്കെ ഓരോ ഇബാദത്തുകളാണല്ലോ ഇവിടെ ഇരിക്കുന്നതൊന്നും നിങ്ങൾ വെറുതെ ഇരിക്കുന്നതല്ല ഇതൊക്കെ പുണ്യമാക്കപ്പെട്ടൊരു സദസ്സിൽ അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളൊക്കെ കേട്ടിട്ടാണ് ഇരിക്കുന്നത് ഇൻഷാ അല്ലാഹ് അവസാനം നമ്മൾ ദുആയോട് കൂടിയാണ് പിരിയുക ആ ഒരു സുന്ദരമായ നിമിഷം നിങ്ങൾ ഒരിക്കലും കളയരുതെന്ന് വിനീതമായിട്ട് ഉണർത്തുകയാണ് കുറച്ച് ടൈമും കൂടെ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നുള്ളൂ ഇവിടെ എല്ലാവരും മദ്ഹ് ഉണ്ടായത് കൊണ്ടുകൂടെയാണ് കൂടുതലായിട്ട് ഇഷ്ക് സംസാരങ്ങളിലേക്കൊന്ന് കൂടുതൽ കടക്കാത്ത കാരണം എല്ലാവരിലേക്കും അത് എത്തേണ്ടതുണ്ട് മദ്ഹുകളൊക്കെ ആലപിക്കേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് അവസാനത്തെ പ്രാർത്ഥനയോടുകൂടി മാത്രം നിങ്ങൾ പിരിഞ്ഞു പോകണമെന്ന് വിനീതമായിട്ട് ഉണർത്തുന്നു അള്ളാഹു കബൂലാക്കട്ടെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി ഖദ്ദസുല്ലാഹുൽ അസീസ് മഹാനവരുടെ മദ്ഹുകളാണ് ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വരുമ്പോഴൊക്കെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് വല്ലാത്തൊരു സദസ്സാണ് മഹാനവരുടെ സ്നേഹവും തർബിയത്തും ഒക്കെ നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ വളരെ മനോഹരമായ രീതിയിൽ അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന മഹാരഥന്മാർക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ മനോഹരമായി അതിനെ നയിക്കാനുള്ള തൗഫീഖൊക്കെ നൽകട്ടെ ഇവിടുത്തെ പ്രിയപ്പെട്ട SKSF-ന്റെ ചെറുപ്പക്കാരൊക്കെ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇതൊക്കെയും ഹബീബിനോടുള്ള ഹിദമത്തുകളാണ് ഹബീബിന് വേണ്ടി ചെയ്യുന്നതാണല്ലോ അതിനൊക്കെ നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകും നമ്മുടെ മുറാദുകളെല്ലാം അള്ളാഹു ഹാസിലാവണം അതിനുവേണ്ടി നമ്മൾ ദുആ ചെയ്യണം ഇപ്പോഴൊക്കെ ദുആക്ക് ഇജാബത്തുള്ള സമയമാണ് യാക്രം ബൈത്താണ് ചെല്ലുന്നത് മനസ്സറിഞ്ഞ് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുറാദുകളൊക്കെ മനസ്സിൽ കരുതിയിട്ട് റാഹത്തോടു കൂടി ചെല്ലുക നമ്മൾ പെട്ടെന്ന് ചൊല്ലി പെട്ടെന്ന് മദ്ഹുകൾ പാടി നമ്മളുള്ള സമയത്തിൻ്റെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നമ്മൾ പരിപാടി കൊണ്ടുപോവുകയാണ് അതുകൊണ്ടാണ് വേഗത്തിൽ കൊണ്ടുപോകുന്നത് ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് കൂടെ ഇതിൻ്റെയൊക്കെ പുണ്യം കിട്ടണമെന്ന് നല്ല മനസ്സോടുകൂടി ഞങ്ങളോടൊപ്പം ചേരുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ يا أكرم الخلق ما لمن ألوذ به سواك عند حلول الحديث اللميم مولاي صل الله സ്വീകരിക്കട്ടെ ഹബീബ് കേൾക്കട്ടെ
الله جاهك بإذا الكريم تجلى باسم متقيم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك الدنيا وغارتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلات عظومة إن الكبائر في الغفران كالأمام لعل رحمة ربنا يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرط والطف بعبدك في دارين إن له صبرا متى تدعوه الأهوال ينهزم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وإذا للصحب صلاة منك دائمة على النبي منهل ومنسجم والآل والصحب ثم التابعين لهم أهل التقى والنقى والعلم والمولى مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مرناحت عذابات البنيد حصبا وأطراب العيسى حاد العيس بالنغم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم رضا النبي بكر وعن عمر وعن علي وعثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا رب
بلغ مقاصدنا اغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا اغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما على حبيبك خير الخلق كلهم കുടിലാണേ ഭവനങ്ങളിലതു നിധിയാണേ പടിവാതിൽ ചെറുതടിയാണേ നബി തങ്ങളുടെ പൂങ്കുടിലാണേ കനിവാ നബിയോരുടെ ഇരപകലുകൾ കണ്ടേ ഹൈറാം സ്വഹബോരുടെ ഇടപെടലുകൾ കണ്ടേ അതു കേട്ടു സിദ്ദീഖിൻ വിളിയാളാ യാ റസൂലേ അതിർപ്പൂവ ബിലാലിൻ സ്വരനാദം യാ റസൂലേ പനയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിലതു നിധിയാണേ പടിവാതിൽ ചെറുതടിയാണേ നബി തങ്ങളെ പൂങ്കുടിലാണേ കനിവാം നബിയോരുടെ ഇരപ്പകലുകൾ കണ്ടേ ഹൈറാം സ്വഹബോരുടെ ഇടപെടലുകൾ കണ്ടേ അതു കേട്ടു സിദ്ദീഖിൻ ഇളയാളാ യാ റസൂലേ അതിർപ്പൂവ ബിലാലി സ്വരനാദം യാ റസൂലേ പനയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിലതു നിധിയാണേ പടിവാതിൽ ചെറുതടിയാണേ നബി തങ്ങളെ പൂങ്കുടിലാണേ ഒരു നാരിനടയാളം തിരുമേനിയിൽ പടർന്ന ദിനമിൽ തളർന്നു തകർന്നു വീടാണത് ഒരു പശിയാലെ തിരുനൂരര് തിരിഞ്ഞു മറിഞ്ഞു കിടന്ന മണ്ണിന്റെ കൂടാണത് ഉറങ്ങുന്ന നേരം ഉണത്താത്ത വീടാ ഉടയാടയൊന്നും ഉടയ്ക്കാത്ത കൂടാ ഇത്തിരി നരമില്ലെങ്കിൽ പിന്നെ കാണാത്തൊരു വ്യതയാ ചിത്തിരപ്പൂമുഖം ചേർക്കാൻ പര
മണവീടിനും പുതിയ ചിരിക്കുന്ന നബിയോരെ മഴവില്ലിൽ തെളിയുന്ന മുത്തുപതിച്ചൊരു ചുവരാണ് ഭാഗ്യക്കൂട് മുത്തുപതിച്ചൊരു ചുവരാണ് പന്നയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിലതു നിധിയാണേ വടിവാതിൽ ചെറുതടിയാണേ വിവിധങ്ങൾ പൂങ്കുടിലാണേ ഇരുളാർന്ന രാത്രി നബിയോരെ ഞാൻ മറന്നോ പാപമാം നിമിഷത്തിൽ നബിയോരെ ഞാൻ മറന്നോ അഫ്വൻ യാ നബിയേ അഫ്വൻ യാ നിധിയേ അഫ്വൻ യാ നബിയേ അഫ്വൻ യാ നിധിയേ ആത്മീയ പാതയിൽ എത്തിമായ മക്കളെ മാറോടി ചേത്തുള്ളൂരോരേ ആത്മീയ പാതയിൽ എത്തിമായ മക്കളെ മാറോടി ചേത്തുള്ളൂരോരേ ആത്മീയ മോനാക്കിടാമോ എന്നെ ആത്മീയ മോനാക്കിടാമോ ആത്മീയ മോനാക്കിടാമോ എന്നെ ആത്മീയ മോനാക്കിടാമോ മുത്തായ ത്വാഹാവിൻ സത്തായ കൺമണി ബീവി ഖദീജ റളിയല്ലാഹ് മുത്തായ ത്വാഹാവിൻ സത്തായ കൺമണി ബീവി ഖദീജ റളിയല്ലാഹ് ബീവി ലോക മുസൽമാന്റെ പൊന്നുമ്മ മുത്തായ ത്വാഹാവിൻ സത്തായ കൺമണി ബീവി ഖദീജ റളിയല്ലാഹ് ബീവി ലോക മുസൽമാന്റെ പൊന്നുമ്മ മദ്ഹ് പാടിടുന്നേ നബി പുകൾ പറഞ്ഞിടുന്നേ മധുരം തന്ന ഹബീബിന്റെ കിസവിരുത്തിടുന്നേ മദീന പാട്ടുകൾ പാടാനോ നേര മനസ്സിനുണ്ടേ മതിവരത്തൊരു സ്നേഹത്തിൽ സല്ലാപമുണ്ടേ മദ്ഹ് പാടിടുന്നേ നബി പുകൾ പറഞ്ഞിടുന്നേ മധുരം തന്ന ഹബീബിന്റെ കിസവിരുത്തിടുന്നേ മദീന പാട്ടുകൾ പാടാനോ നേര മനസ്സിനുണ്ടേ മതിവരത്തൊരു സ്നേഹത്തിൽ സല്ലാപമുണ്ടേ സ്നേഹമേ ദാഹമേ റൂഹിന്റെ നിദാനമേ സ്നേഹമേ ദാഹമേ റൂഹിന്റെ നിദാനമേ മദ്ഹ് പാടിടുന്നേ നബി പുകൾ പറഞ്ഞിടുന്നേ മധുരം തന്ന ഹബീബിന്റെ കിസ്സവിരുത്തിടുന്നേ മദീന പാട്ടുകൾ പാടാനോ നേരെ മനസ്സിനുണ്ടേ മതിവരത്തൊരു സ്നേഹത്തിൻ സലാപമുണ്ടേ കണ്ണടച്ചാൽ കാണേണ്ട ഖബറെന്ന വീടാണ് കൺമിടിച്ചാൽ നോക്കേണ്ട റബ്ബിന്റെ ഫളിലാണ് കണ്ണടച്ചാൽ കാണേണ്ട ഖബറെന്ന വീടാണ് കൺമിടിച്ചാൽ നോക്കേണ്ട റബ്ബിന്റെ ഫളിലാണ് നെഞ്ചിനുള്ളിൽ തെളിയേണ്ട ഈമാനിനുറവാണ് നെഞ്ചിനുള്ളിൽ തെളിയേണ്ട ഈമാനിനുറവാണ് മുൻജത്തിയുടെ മദ്ഹല്ല അശ്റ മീസാനാണ് അവളല്ല ഫാത്തിമ ഇവരാണ് ഫാത്തിമ അവളല്ല ഫാത്തിമ ഇവരാണ് ഫാത്തിമ ആറ്റൽ റസൂലിന്റെ മോളാണ് ഫാത്തിമ ആറ്റൽ റസൂലിന്റെ മോളാണ് ഫാത്തിമ അഖിലു
അഴകായി മക്ക മരുഭൂവിൽ ഉദിച്ചൊരു ഖമറാണ് ഫാത്തിമത്തൊളിവാണ്. മണിദീപമേ മക്കീ മദീന നിലാവേ മഖ്ബൂൽ യാസീൻ മുഹമ്മദ് റസൂലേ ഉദയാസ്തമാന ഉപകാരദീന ഉദങ്കും പ്രഭാവേ ഉടയോൻ ഹബീബേ മണിദീപമേ മക്കീ മദീന നിലാവേ മഖ്ബൂൽ യാസീൻ മുഹമ്മദ് റസൂലേ ഉദയാസ്തമാന ഉപകാരദീന ഉദകും പ്രഭാവേ ഉടയോൻ ഹബീബേ മണിദീപമേ മക്കീ മദീന നിലാവേ മഖ്ബൂൽ യാസീൻ മുഹമ്മദ് റസൂലേ പ്രതാപത്തിൻ ജീവേ പ്രപഞ്ചത്തിൻ കാമ്പേ നിദാനത്തിൻ കണ്ണേ നിറഞ്ഞ നിലാവേ ഉദാര സിറാജ ഉലക ചെങ്കോലേ ഉദാവിൻ സബീലി ഹിക്മത്തിനൂലേ മണിദീപമേ മക്കീ മദീന നിലാവേ മഖ്ബൂൽ യാസീൻ മുഹമ്മദ് റസൂലേ വിശാല പ്രകാശ വിശാല പ്രകാശ വിളങ്ങും സന്ദേശ വിശേഷ മദീയേ മദീന നിധിയേ മദബിംബനൂരേ മകുടമുനീരേ ചതുർവേദ പാലേ ശംസുൽ ഹുദാവേ മണിദീപമേ മക്കീ മദീന നിലാവേ മഖ്ബൂൽ യാസീൻ മുഹമ്മദ് റസൂലേ പരലോക സാക്ഷി പരമദയാലേ പരിഹരദീനേ പൊരുളും പുമാനേ ചരാചര ജീവേ സഗുണമണി ശറഫുൽ ബഷീറേ സകലം തണിയേ മണിദീപമേ മക്കീ മദീന നിലാവേ മഖ്ബൂൽ യാസീൻ മുഹമ്മദ് റസൂലേ ഉദയാസ്തമാന ഉപകാരദീന ഉദങ്കും പ്രഭാവേ ഉടയോൻ ഹബീബേ മണിദീപമേ മക്കീ മദീന നിലാവേ മഖ്ബൂൽ യാസീൻ മുഹമ്മദ് റസൂലേ
ഇൻഷാല്ലാ കുറച്ച് സമയമായി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു 1-2 ഖവാലിയും ഒരു മധുവോടുകൂടി ഇൻഷാല്ലാ ഞങ്ങൾ വിരാമത്തിലേക്ക് കടക്കും. ദുആയോടുകൂടി ഇൻഷാല്ലാ നമുക്ക് പിരിയാം. ഒരു ഏകദേശം ഒരു 10-20 അരമണിക്കൂർ കൂടെ അല്ലേ, 20 മിനിറ്റ് ഇൻഷാല്ലാ. അങ്ങനല്ലേ? तेरी दरबार में दिल ताम के वो आता है, जिसको तू चाहे है नबी तू बुलाता है। तेरी दर पर सर झुकाए मैं भी आया हूँ, जिसकी बिगड़ी आए नबी जाहे तू बनाता है। बर्द जोली बर्द जोली मेरी या मोहम्मद, लौट कर मैं न जाऊंगा खाली। बर्द जोली मेरी या मोहम्मद, लौट कर मैं न जाऊंगा खाली। बर्द जोली मेरी या मोहम्मद, लौट कर मैं न जाऊंगा खाली। बर्द जोली मेरी या मोहम्मद, लौट कर मैं न जाऊंगा खाली। बंद थी तो मैं पर्दा ले आंसू सिल दिए मैंने दर्दों को दिल में। बंद थी तो मैं पर्दा ले आंसू सिल दिए मैंने दर्दों को दिल में। जब तिलक तू बना दे न बिगड़ी दर से तेरे न जाए सवाली। बर्द जोली मेरी या मोहम्मद, लौट कर मैं न जाऊंगा खाली। बर्द जोली आका जी बर्द जोली हम सबकी बर्द जोली नबी जी बर्द जोली मेरी सरकार मदीना, लौट कर मैं न जाऊंगा खाली। बर्द जोली मेरी या मोहम्मद, लौट कर मैं न जाऊंगा खाली। बर्द जोली मेरी या मोहम्मद, लौट कर मैं न जाऊंगा खाली। धरे निसा धरे निसा गरे निसा गरे निसा गरे निसा गरे निसा गरे निसा धरे निसा गरे निसा गरे निसा गरे निसा गरे निसा पदपा मपमा गम गरी गरी पदपा मपमा गम गरि गरि पदपा मपमा गम गरी गरी रि गरी निध निसा रि गरि निध निसा रि गरि निध निसा। खोज दे तुझको देखो, प्यास काया ने भी हो गया हो। खोज दे या तुझको देखो, रसूल अल्लाह, प्यास काया
तेरे न जाए सवाले पर्द झोली मेरी या मोहम्मद लौट कर मैं जाऊंगा खाली पर्द झोली मेरी या मोहम्मद लौट कर मैं जाऊंगा खाली पर्द झोली मेरी या मोहम्मद लौट कर मैं जाऊंगा खाली जानता है न तू क्या है दिल में मेरे बिन सुने किन रखा है न तू धड़कने जानता है न तू क्या दिल में मेरे बिन सुने किन रहा है न तू धड़कने आग निकली है तो चांद तक जाएगी तार तारों से मेरी दुआ आएगी आग निकली का तो चांद तक जाएगी तेरे तारों से मेरे दुआ आएगी ये नबी हो कभी तो बस आएगी जब तिलक तू जब तिलक तू सुने कान दिल की दर से तेरे न जाए सवाले पर्द झोली मेरी या मोहम्मद लौट कर मैं जाऊंगा खाली पर्द झोली मेरी या मोहम्मद लौट कर मैं जाऊंगा खाली पर्द झोली मेरी या मोहम्मद लौट कर मैं जाऊंगा खाली पर्द झोली आका जी पर्द झोली हम सबकी पर्द झोली नबी जी पर्द झोली मेरी सरकार मदीना लौट कर मैं जाऊंगा खाली पर्द झोली मेरी या मोहम्मद लौट कर मैं जाऊंगा खाली पर्द झोली मेरी या मोहम्मद लौट कर मैं जाऊंगा खाली पर्द झोली मेरी या मोहम्मद रसूल रसूल मेरी या मोहम्मद लौट कर मैं जाऊंगा खाली पर्द झोली मेरी या मोहम्मद लौट कर मैं जाऊंगा खाली पर्द झोली मेरी या मोहम्मद रसूल हबीब रसूल ഇൻഷാല്ലാ. ഇവിടെ കന്നഡ ഭാഷ എല്ലാവർക്കും അറിയണ്ടാവല്ലേ? ഇൻഷാല്ലാ. ഇവിടെ ഇപ്പോൾ പ്രായമുള്ള ഉപ്പമാരുണ്ട്, ഉസ്താദന്മാരുണ്ട്, യുവാക്കളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. എല്ലാവർക്കും കൂടെ പറ്റുന്ന രീതിയിലൊരു മജ്ലിസാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ഖവാലിയും ഖസീദയും ബുർദയും മധുവൊക്കെ ആയിട്ട് പോയത്. അതിൽ ചിലപ്പോൾ ഉപ്പമാർക്ക് ചിലപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ എന്താണ് ഒച്ചപ്പാടെന്നൊന്നും വിചാരിക്കേണ്ട. എല്ലാം ഹബീബുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ തന്നെയാണ്. പിന്നെ ദഫിൻ്റെ പശ്ചാത്തലമാണ്, മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നുമല്ല അവിടെ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ മഹത്തുക്കൾ ഹാജിത്തങ്ങൾ പാപ്പയൊക്കെ നമുക്കറിയാം ഖവാലിയുടെ വല്ലാത്തൊരു മുഹിബായിരുന്നു. മഹാത്മാക്കളെല്ലാം അങ്ങനെയായിരുന്നു, സൂഫിയാക്കളൊക്കെ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഇവിടെ എങ്ങനെ അറിയില്ല, ചിലപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ പോയി പാടി കഴിഞ്ഞാൽ ഖവാലിയൊക്കെ പാടി കഴിഞ്ഞാൽ ചിലപ്പോൾ ചീത്ത പറയും, നിർത്തിടാന്നുണ്ട് പാട്ടൊക്കെ എന്ന് പറയും. കാരണം അതറിയാത്തതുകൊണ്ടാണ്, അവർക്ക് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഉപ്പമാർക്കും ഇവിടെ യുവാക്കളുണ്ട്, ചെറിയ മക്കളുണ്ട്. ഇൻഷാ അല്ലാ ഇനി ഞങ്ങൾക്ക് നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഇനി കൂടുതൽ നീട്ടുന്നില്ല. ഒരു കന്നഡ ഭാഷയിലുള്ള ഒരു മദ്ഹ് ഇൻഷാ അല്ലാ ആലപിക്കുകയാണ്. ചിലപ്പോൾ തെറ്റൊക്കെ ഉണ്ടാവും വരികളിലൊക്കെ, ഞങ്ങൾക്ക് കന്നഡ അറിയില്ല ഇൻഷാ അല്ലാ. അപ്പോൾ അതുകൊണ്ട് അത് ആലപിച്ചിട്ട് ശേഷം നമുക്ക് ഒന്ന് കുറച്ച് ഒരു 10-15 മിനിറ്റ് നിങ്ങൾ എൻ്റെ ഒപ്പം ഒന്ന് നിൽക്കേണ്ടി വരും. എന്നിട്ട് നമുക്ക് കുറച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തവസ്സുൽ ചെയ്തിട്ട് മദീന മണ്ണിൽ നിൽക്കുന്ന ഒരു മനസ്സോടുകൂടി ഇൻഷാ അല്ലാ ഹബീബിന് സ്വലാത്തും സലാം ചൊല്ലിയിട്ട് ദുആ ചെയ്തുകൊണ്ട് പിരിയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ. ഒരിക്കലും ഇപ്പോൾ പാടുന്ന പാട്ടതൊന്നും ഇതിലെവിടെയും എന്തില്ല, ഒരു അല്പം പോലും തെറ്റില്ല. ഒക്കെ ഹബീബിൻ്റെ മദ്ഹാൻ പുണ്യമാക്കപ്പെട്ട ഇബാദത്തുകളിൽപ്പെട്ട കാര്യമാണ് എന്ന് പ്രത്യേകം ഞാൻ ഉണർത്തുകയാണ്. പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാം. അള്ളാഹു നമ്മുടെ ഈ സദസ്സ് കബൂലാക്കട്ടെ. ഇവിടെ ചൊല്ലിയതും പാടിയതും പറഞ്ഞതുമെല്ലാം അള്ളാഹു കബൂലാക്കട്ടെ ഇൻഷാ അല്ലാ. ഈ മദ്ഹിന് ശേഷം ഞങ്ങൾ അവസാനത്തിലേക്ക് കിടക്കും. ഇൻഷാ അല്ലാ കന്നഡയിലുള്ള മദ്ഹ് ഗാനം ആലപിച്ചിട്ട് ഇൻഷാ അല്ലാ ഞങ്ങളെ പരിപാടിയുടെ എല്ലാത്തിൻ്റെയും അവസാനത്തിൽ ഹാജ് തങ്ങൾ പാപ്പയുടെ ഒരു ഖവാലിയും കൂടെ കൊടുക്കാറുണ്ട്.
അങ്ങനെയാണ് അവസാനിപ്പിക്കാറ്. അതോടുകൂടി ഇൻഷാ അല്ലാഹ് അതും കൂടെ പാടിയിട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നമുക്ക് ഒന്നിച്ച് നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പ്രത്യേകമായ ബൈത്തുകൾ ചൊല്ലി റാഹത്തുള്ള ഒരു ഹൃദയത്തോട് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മൾ എന്ത് ഇബാദത്ത് ചെയ്യുമ്പോഴും എന്ത് നന്മകൾ ചെയ്യുമ്പോഴും എപ്പോഴും നമ്മൾ അത് ഓർക്കണം. നമ്മൾ ചെയ്യുന്നതിൻ്റെ മിശ്ര സ്വഭാവം അവർക്ക് കിട്ടണം. നമ്മളെപ്പോഴും അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇവിടെ ആരെയും എനിക്ക് പരിചയമില്ല. ഇവിടെ നിങ്ങളെ സംഘാടകരിൽപ്പെട്ടവരും അതുപോലെ ഈ നാട്ടിന് പ്രധാനപ്പെട്ട ആളുകളും പ്രധാനികളൊക്കെ വഫാത്തായിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് അല്ലാഹുർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും സ്വർഗീയ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യമാക്കപ്പെട്ട ഷഫാത്ത് നൽകട്ടെ. പിന്നെ ഇഷ്ക് മജ്ലിസിൻ്റെ ഒക്കെ ഒരു രീതി നിങ്ങൾക്കറിയാം. ബഷീർ ഫൈസി ദേശമംഗൽ ഉസ്താദൊക്കെ വരുന്നതാണ്. അത് പ്രത്യേകമായി ഇഷ്കന്നെ പറഞ്ഞു തരും. നമുക്ക് ഈ ടൈമിൻ്റെ ഉള്ളിൽ 2-2.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇഷ്കും പറയണം, മദ്ഹും പാടണം, ഖസീദൻ ചെല്ലണം, ബുർദയും ചെല്ലണം, ഖവാലിയും അവതരിപ്പിക്കണം. ഒക്കെ കൂടെ കൂട്ടിക്കലർന്നിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് ഞങ്ങൾ ഇഷ്കൊന്നും സംസാരിക്കാനും ആ മേഖലയ്ക്കൊന്നും ഇരുന്നിട്ടില്ല. എന്നാലും നമ്മൾ പാടിയതെല്ലാം ഇഷ്കാണ്, എല്ലാം മദ്ഹാണ്, എല്ലാം മഹബത്തിൻ്റെ വഴികളാണ്, സബീലുകളാണ്, മാധ്യമങ്ങളാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മരണത്തിൻ്റെ മുമ്പ് എപ്പോഴെങ്കിലും ആയിട്ടെങ്കിലും ഹബീബിനൊന്ന് അനുഭവിച്ച ആ അനുഭൂതിയിൽ ലയിച്ചു ചേർന്ന് ആ കുളിര് കിട്ടി റാഹത്തോടു കൂടി ഒന്ന് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് നമ്മളിങ്ങനെ വഫാത്താകുന്ന സമയത്ത് മുത്തു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് പുഞ്ചിരിക്കുന്ന വല്ലാത്ത നിമിഷം അള്ളാഹു നമുക്ക് സമ്മാനിക്കട്ടെ എന്ന് ദുആ ചെയ്യാൻ. പല ആളുകളും മദീനത്ത് പോയവരും പോകാത്തവരൊക്കെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനത്തെ അവസ്ഥയിൽ നിങ്ങളെല്ലാവരും മനസ്സുകൊണ്ടെങ്കിലും മദീനത്തേക്ക് പോകണം. ആ ഒരു നിമിഷം കൂടെ കഴിഞ്ഞിട്ടേ നിങ്ങൾ ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകാൻ പാടുള്ളൂ എന്ന് വിനീതമായിട്ട് ഉണർത്തുകയാണ്. നിങ്ങളുടെ ഹൃദയം കൊണ്ടെങ്കിലും ഇന്ന് മദീനത്തേക്കൊന്ന് പോകണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു പാട്ട് കേട്ട് എഴുതി പഠിച്ചതാണ്. തെറ്റുകൾ സ്വാഭാവികമാണ്, ക്ഷമിക്കണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. ആസയൊന്തു മദീനമ്മേ കാണലോ കരയിരി നന്നേ യാ നബി. ആസയൊന്തു മദീനമ്മേ കാണലോ കരയിരി നന്നേ യാ നബി. ഹൃദയ കരകി കരയുവേയാ സയ്യിദി. ഹൃദയ കരകി കരയുവേയാ സയ്യിദി. മനവു നൊന്തു ഹാടുവേ ഖൈറന്നബി. മനവു നൊന്തു ഹാടുവേ ഖൈറന്നബി. ആസയൊന്തു മദീനമ്മേ കാണലോ കരയിരി നന്നേ യാ നബി. സ്നേഹദേനെ ദാരദാവോ യാ നബി. സത്യദേ സാരാക്കി നീവേ യാ ഹബീ. യാ ഹബീബേ സ്നേഹവദന കാണലോ. യാ ഹബീബേ സ്നേഹവദന കാണലോ. ആഖിറത്ത് ശഫാഅത്തുമ്മേ ലഭിസലോ. ആഖിറത്ത് ശഫാഅത്തുമ്മേ ലഭിസലോ. ആസയൊന്തു മദീനമ്മേ കാണലോ കരയിരി നന്നേ യാ നബി. ഹൃദയ കരകി കരയുവേയാ സയ്യിദി. ഹൃദയ കരകി
മനവു നൊന്ത് പാടുവേ ഖൈറന്നബി മനവു നൊന്ത് ഹാടുവേ ഖൈറന്നബി. ഇൻഷാല്ലാ ടൈം ഇപ്പോൾ നോക്കുമ്പോൾ 11 മണിയാവാനായി. അപ്പോൾ അതുകൊണ്ട് കവാലി തൽക്കാലം അജ്മീർ ഹാജി തങ്ങൾ പാപ്പയുടെ കവാലി തൽക്കാലം മാറ്റുന്നു. പക്ഷേ നമുക്ക് ഹാജി തങ്ങൾ പാപ്പാക്കും മഹത്തുക്കൾക്കും മഹാത്മാക്കൾ ആശിക്യങ്ങൾ മുഹിബ്ബീങ്ങളായിട്ടുള്ള അള്ളാഹിൻ്റെ ഉന്നതമായ ദർജയിലുള്ള ഔലിയാക്കന്മാർക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഷംസുൽ ഉലമ തുടങ്ങി ഹാജി തങ്ങൾ പാപ്പ എല്ലാവർക്കും കൂടെ വേണ്ടി ഒറ്റ ഫാത്തിഹ ഓതിയിട്ട് ഇൻഷാല്ലാ നമ്മൾ എൻഡിലേക്ക് കിടക്കുകയാണ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. പ്രായമുള്ള ഉപ്പമാർക്കൊക്കെ പ്രയാസം ഉണ്ടെങ്കിൽ ഇരിക്കാം. പക്ഷെ ബാക്കിയുള്ളവർ അവിടുത്തെ ആളുകൾ ഇങ്ങോട്ട് വരും. ഇവിടെ ഒന്ന് ഫില്ലാക്കാം. വരും ജസ്റ്റ് വരും എണീച്ചെന്നുള്ളില്ല. കുറച്ച് അടുത്തൊക്കെ വരാം. പക്ഷെ അതൊക്കെ ദ്വാണ്, പ്രാർത്ഥനയാണ്. പക്ഷെ അത് കുറച്ചടുത്തൊക്കെ വരാം. പിന്നെന്ത് സംഘാടകരെന്തെങ്കിലും ഇവിടെ ബക്കറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കൊടുക്കണ്ടോ? അങ്ങനെ അറിയാം സംഘാടക എന്നുവെച്ചാൽ എപ്പോഴും ദ്വാൻ്റെ മുമ്പ് അങ്ങനെ അങ്ങനെ ഹദിയ അങ്ങനൊരു സ്വതക്ക ചെയ്യൽ ഇജാബത്തിന് കാരണമാവുന്ന. സ്ത്രീകളെ ഭാഗത്തേക്ക് ഒരു ബക്കറ്റ് ഇൻഷാല്ലാ. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ഒരു ബക്കറ്റ് വരും. അതിനുശേഷം സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരും. അതുപോലെ ഇവിടെ ചെറിയൊരു മുസാഫത്തും പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ ഇൻഷാല്ലാ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എല്ലാ സദസ്സും എല്ലാ മജ്ലിസിലും ദുആന്റെ മുമ്പ് സ്വതക്ക ഇജാബത്തിന് കാരണമാകുമെന്നാണ്. ആ രീതിയിൽ മനസ്സിലാക്കി ഹബീബിനെ പറഞ്ഞ് ഹബീബിനെ പാടിയ സദസ്സ്. പിന്നെ ഇവിടുത്തെ ചെറുപ്പക്കാരിങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ ഇതിനൊക്കെ ഒരുപാട് ചിലവൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ ഉദ്ദേശമുണ്ട്. ഇൻഷാല്ലാ നിങ്ങൾ അതിലേക്ക് കഴിയുന്ന രീതിയിൽ മാന്യമായ രീതിയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ നിക്ഷേപിക്കണമെന്ന് നീതിമായിട്ട് ഉണർത്തുന്നു. ബിസ്മി ചൊല്ലി നല്ലൊരു നീയത്തോടു കൂടി നമ്മളെന്ത് പൈസ കൊടുക്കുമ്പോൾ വെറുതെ കൊടുക്കണ്ട. നമ്മൾ നല്ലൊരു മനസ്സോടെ നല്ല നീയത്തോടെ എന്തെങ്കിലും മുറാദ് ഹാസിലാവണം. ഏത് സദസ്സിൽ നമ്മൾ കൊടുത്തതാണ്, എപ്പോൾ നമ്മൾ കൊടുത്തതാണ് നമ്മൾ സ്വീകരിക്കപ്പെടുക എന്നറിയില്ലല്ലോ. അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുക എന്നുള്ളതാണ്. എപ്പോഴാണ് ഏത് നിമിഷത്തിലാണ് അത് സംഭവിക്കുക എന്നറിയില്ല. മനസ്സറിഞ്ഞുകൊണ്ട് നല്ല നീയത്തോടു കൂടി ഇൻഷാ അല്ലാഹ് അതിൽ നിക്ഷേപിക്കണമെന്ന് നീയത്തുമായിട്ട് ഉണർത്തുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവിടെ ഉള്ളവർ എണീച്ച് നിൽക്കാൻ പ്രയാസമുള്ളാത്തവരും ഉണ്ടെന്ന് ഇരിക്കണ്ടോ? ജസ്റ്റ് ഇങ്ങോട്ട് പോയോ എല്ലാവരും? കഴിഞ്ഞു. ഞാൻ മദീനയുടെ ആ മുറ്റത്തേക്കാണ് വിളിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും പോയാൽ കുറച്ച് ഇങ്ങോട്ട് പോയാൽ ഹബീബിനെ ആഗ്രഹിക്കുന്നവർ, ഇഷ്ടപ്പെടുന്നവർ, സ്നേഹിക്കുന്നവർ അങ്ങോട്ട് പോയാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കൂടുതലൊന്നും സംസാരിക്കാം. നമ്മൾ ഇഷ്ക് മജ്ലിസ് എന്ന് ഇവിടെ പേര് വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മജ്ലിസിൽ നിന്ന് പിരിയുമ്പോൾ ചെറിയൊരു ഇഷ്കെങ്കിലും നമുക്ക് ഇതുകൊണ്ട് കിട്ടണമല്ലോ. ആ ഒരു ലക്ഷ്യം അതാണ്. മുറാദ് അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ ഇഷ്ക് മജ്ലിസ് എന്ന് പേര് കൊടുത്തത്. ചെറിയൊരു ഇഷ്കെങ്കിലും കിട്ടണം. അതുകൊണ്ട് ആ ഒരു മനസ്സോടുകൂടി നമ്മൾ ചെല്ലുക എന്നുള്ള ഒരു ഉദ്ദേശം. ഇൻഷാ അല്ലാഹ് സംഘാടക എന്തെങ്കിലും ഇതുണ്ടോ? ഉണ്ടോ? തുടങ്ങാം ഞങ്ങൾ. ഒന്നുമില്ല. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ആ ഒരു ജവാബ് ഇങ്ങനെ സ്വലാത്തു വസ്സലാമു അലൈക ഹബീബുള്ള ജവാബ് നിങ്ങൾ മനസ്സറിഞ്ഞ് ഏറ്റിച്ചില്ല. മതി. എനിക്ക് കുറച്ച് സംസാരിക്കണം വല്ലാത്ത ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങളെ വെസ്റ്റ് കോസ്റ്റ് ട്രെയിനിന് പോകേണ്ട ആൾക്കാരാണ്. അത് മിസ്സായി പോകുന്നുള്ള പേടി കൊണ്ടാണ്. നമുക്കറിയാം ബഹുമാനപ്പെട്ട ഒരിക്കൽ ജസ്റ്റ് നല്ലോണം ഇങ്ങോട്ട് നിങ്ങൾക്ക് ചില പ്രയാസം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നില്ല. നിങ്ങൾ മൈൻഡ് ഇങ്ങോട്ട് തന്നെ തന്നിട്ട് പ്രത്യേകമായിട്ട് കേൾക്കണം. ഒരു സുഹാബി അള്ളാഹുവിൻ്റെ റസൂൽ ഒന്നുറക്ക സ്ഥലത്തില്ലേ അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരിക്കൽ ഒരു സുഹാബി വന്നു. സഹാബിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് വയറെ കുട്ടി പിടിച്ച് മെലിഞ്ഞൂട്ടി വല്ലാണ്ട് ക്ഷീണിച്ച അവസ്ഥയിലാണ് സുഹാബി വരുന്നത്. സുഹാബിൻ്റെ പേര് സൗബാൻ റളിയല്ലാഹു അൻഹു.
ബഹുമാനപ്പെട്ട സൗബാൻ തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. നിങ്ങൾ മൈൻഡ് ഒരു 5 മിനിറ്റ് എനിക്ക് തരണം, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സൗബാൻ തങ്ങൾ വരുന്ന സമയത്ത് വല്ലാത്ത ക്ഷീണിച്ച അവസ്ഥയിലാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, എന്തു പറ്റിയ സൗബാൻ, എന്താണ് ഇങ്ങനെയൊക്കെ, എന്താണ് ശരീരം വല്ലാണ്ട് ക്ഷീണിച്ചു പോയിട്ടുണ്ട്? നമ്മളൊക്കെ ചിലപ്പോൾ പള്ളിയിലൊക്കെ കയറി ചില പുസ്തകന്മാരൊക്കെ ചോദിക്കും ചില അമ്മോടനെ, എന്താ പറ്റിയാണ്, വല്ലാണ്ട് ക്ഷീണിച്ചിക്കണല്ലോ, അബൂബക്കറാക്ക സിദ്ദീഖാക്ക എന്നൊക്കെ ചോദിച്ചിട്ട്. അതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹമാണ്, കരുണയാണ്, റഹ്മത്താണ്. മുത്തു ഹബീബുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അള്ളാഹുവിൻ്റെ റസൂലോട് ചോദിക്കുകയാണ് സൗബാൻ തങ്ങളോട്, എന്തു പറ്റി സൗബാൻ, അല്ലാണ്ട് ക്ഷീണിച്ചിട്ടുണ്ടല്ലോ സൗബാൻ. സൗബാൻ തങ്ങളോടൊന്ന് പറയുന്ന വാക്കാണ് നമ്മൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടത്. സൗബാൻ തങ്ങളോടൊന്ന് പറയുന്നു, മുത്തുനബിയെ, അങ്ങേ എനിക്ക് കാണണമെന്ന് തോന്നിയാൽ മദീന പള്ളിയിൽ വന്നാൽ അങ്ങേ എനിക്ക് കാണാൻ പറ്റും, ആസ്വദിക്കാൻ പറ്റും, കണ്ട് ആസ്വദിക്കാൻ എനിക്ക് പറ്റും. ഞാൻ ചിലപ്പോൾ കച്ചവടത്തിനൊക്കെ വേണ്ടിയിട്ട് അങ്ങാടിക്ക് പോകും, പക്ഷെ കാണണം തോന്നിയാൽ വീണ്ടും ഓടി വന്നാൽ അങ്ങേ കാണാൻ പറ്റുമല്ലോ. അതുപോലെ അങ്ങയുടെ മുമ്പിൽ ഇരിക്കാൻ പറ്റുമല്ലോ. ഈ പരിപൂർണ ചന്ദ്രനെ പോലെ ഒളിമിന്നുന്ന സുന്ദരമായ ആ മുഖം എനിക്ക് ആസ്വദിക്കാൻ പറ്റുമല്ലോ നബിയെ. പക്ഷെ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സങ്കടം, വിഷമം എന്തെന്ന് വെച്ചാൽ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങ് വഫാത്തായി കഴിഞ്ഞാൽ ഈ സൗബാൻ നാളെ സ്വർഗത്തിൽ ഏത് സ്ഥലത്താണെന്ന് എനിക്കറിയില്ല. ഇന്നങ്ങയെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ മതി വരുവോളം, പൂതി തീരുവോളം എനിക്ക് കാണാൻ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഹബീബെ. പക്ഷേ നാളെ മരിച്ചു ചെന്ന് കഴിഞ്ഞാൽ, സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ എൻ്റെ സ്ഥലം, എൻ്റെ ഇരിപ്പിടം, എൻ്റെ സ്ഥലം എവിടെയെന്ന് എനിക്കറിയില്ല നബിയെ. അങ്ങയുടെ സ്ഥലം ജന്നത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന മഹിതമായ മഹത്തരമേറിയ തട്ടിലാണല്ലോ അങ്ങുണ്ടാവുക. അവിടേക്കൊക്കെ ഈ സൗബാന് പെർമിഷൻ ഉണ്ടാകുമെന്ന് അറിയില്ല നബിയെ. അങ്ങയൊന്ന് കാണണമെന്ന് കൊതിക്കുമ്പോൾ സൗബാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് വല്ലാത്ത വിഷമത്തിലാണ്, വല്ലാത്ത സങ്കടത്തിലാണ് നബിയെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്ഷീണിച്ചു പോയത്, ഇങ്ങനെ വല്ലാണ്ട് മെലിഞ്ഞു പോയതെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സൗബാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വഹാബത്ത് സ്നേഹിച്ച രീതികളാണ്. ഹുബൈബ് തങ്ങളെ കടുമരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ശത്രുക്കൾ കൈകളിലും കാലുകളിലെല്ലാം ആണി തറച്ചുകൊണ്ട് ഹുബൈബിനെ തൂക്കിലേറ്റാൻ വേണ്ടി നിൽക്കുമ്പോൾ ഹുബൈബിനോട് പറഞ്ഞു, ഹുബൈബേ, നിനക്ക് രക്ഷപ്പെടാൻ വലിയ പണിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മുഹമ്മദിനെ അല്പനിമിഷം സെക്കൻഡുകൾ മാത്രം ഒന്ന് തള്ളിപ്പറഞ്ഞാൽ മതി, ഒന്ന് മോശമാക്കി പറഞ്ഞാൽ മതി, നിനക്ക് രക്ഷപ്പെടാം ഹുബൈബെ എന്ന് പറഞ്ഞപ്പോൾ വാനപ്പെട്ട ഹുബൈബ് തങ്ങൾ അവിടത്തുനിന്ന് വിളിച്ചു പറയുന്നു, അവിടുത്തെ ശത്രുക്കളോട് വിളിച്ചു പറയുകയാണ്, എടോ, എൻ്റെ ഹബീബിൻ്റെ കാലിൽ, മൃദുലമായ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും സഹിക്കാൻ കഴിയാത്ത ഈ ഹുബൈബിനോടാണോ നിന്റെ ഈ ചോദ്യം, ഈ പറച്ചിലെന്ന് പറഞ്ഞുകൊണ്ട് അട്ടഹസിക്കുകയാണ് ഹുബൈബ് തങ്ങൾ ചെയ്തത്. നമ്മൾ മനസ്സിലാക്കണം, കടുമരത്തിൽ ഇരിക്കുകയാണ്, തൂക്കിക്കൊല്ലാൻ വേണ്ടി ഹുബൈബ് തങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്താണ് ഇത് പറയുന്നത്. മരണം പോലും പേടിക്കാതെ അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചവർ. സുമയ്യ ബീവിനെ നമുക്കറിയാം, അതുപോലെ തന്നെ ബിലാൽ തങ്ങളെ നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ, അലി, സിദ്ദീഖ് തങ്ങൾ എല്ലാവരും സ്നേഹിച്ച രീതികൾ നമുക്കറിയാം. ബഹുമാനപ്പെട്ട അള്ളാഹുവിൻ്റെ റസൂലിനെ ഏറ്റവും സ്നേഹിച്ചവരാരെന്ന് ചോദിച്ചാൽ ഞാൻ പറയുക ഖദീജത്തുൽ കുബ്ര, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രിയ പത്നിയായ ഖദീജമ്മയാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ ഏറ്റവും സ്നേഹിച്ചത്. ശരിക്കും അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചതും ആരാണെന്ന് ചോദിച്ചാൽ ഖദീജ ബീവി തന്നെയാണ്. സിദ്ദീഖ് തങ്ങൾ രണ്ടാമതോ മൂന്നാമതോ ആണ്. ഖദീജ ബീവി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഇഖ്റയിന്റെ വചനങ്ങൾ ഏറ്റുകൊണ്ട് വല്ലാണ്ട് പനിച്ചു വറച്ച് പേടിച്ചു വറച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടി വന്നുകൊണ്ട് കതികിൽ മുട്ടി വിളിക്കുകയാണ്, സമ്മിലൂനി യാ ഖദീജ, ഖദീജ എന്നെ ഒന്ന് പുതച്ചു തരണം, എന്നൊന്ന് പുതപ്പിട്ട് മൂടിത്തരണം എന്ന് പറഞ്ഞപ്പോൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹബീബിനെ അണച്ചു പിടിച്ചുകൊണ്ട്, എൻ്റെ ഹബീബിനൊന്നും പറ്റിയിട്ടില്ല, എൻ്റെ പ്രീതമിനൊന്നും പറ്റിയിട്ടില്ല, എൻ്റെ ഹബീബ് അള്ളാഹുവിൻ്റെ റസൂലല്ലേ, കുടുംബബന്ധം പുലർത്തുന്നവരല്ലേ, സ്നേഹം നൽകുന്നവരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നെറ്റിത്തടത്തിലെ വിയർപ്പുകളെല്ലാം തുടച്ചു കൊടുത്തുകൊണ്ട്, തടവിക്കൊടുത്തുകൊണ്ട്, കവിളിലും നെറ്റിത്തടത്തിലും ഉമ്മ വെച്ചുകൊണ്ട് ആശ്വാസവാക്കുകൾ നൽകിയ ബഹുമാനപ്പെട്ട ഖദീജമ്മയെ നമ്മൾ മറന്നു പോകരുത്. അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിച്ച ഉഹുദിലും ബദറിലും പങ്കെടുത്ത സ്വഹാബത്ത് കിറാമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്, വായിക്കേണ്ടതുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പറഞ്ഞുകൊണ്ട് നീട്ടിക്കൊണ്ടു പോവുകയല്ല പറഞ്ഞുകൊണ്ട് വന്നത്. നമുക്കൊന്നും ഇഷ്കില്ല, നമുക്കൊന്നും മഹബത്തില്ല, അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടത്തു നിന്ന് മരണപ്പെട്ടു പോകുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ ഹബീബിനോടുള്ള സ്നേഹത്തിൻ്റെ രുചി, അതിൻ്റെ അനുഭൂതി നമുക്ക് കിട്ടേണ്ടതുണ്ട്. റഹ്മാനായ സ്നേഹനിധിയായ റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് വേണ്ടിയിട്ടാണ് ഈ നിമിഷം നിങ്ങളോട് ഞാൻ, ഈ സമയം നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, നമ്മൾ മദീനയിലാണ് നിൽക്കുന്നതെന്ന മനസ്സോടുകൂടി. ഇവിടെ മദീനത്ത് പോയ ആൾക്കാരൊക്കെ ഉണ്ടാവും, ജസ്റ്റ് കൈ വന്നി. കുറേ എനിക്ക് ഇഷ്ക് കുറേ സംസാരിക്കാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് വേഗം പറഞ്ഞു തീർക്കും. മദീനത്ത് പോയ ആൾക്കാർ ഓക്കെ,
അള്ളാഹു ഇനിയും നിങ്ങൾക്ക് പോകാൻ തൗഫീഖ് നൽകട്ടെ. അതുപോലെ പോകാത്ത ആളുകളുണ്ട്. അള്ളാഹു ആ ഭയങ്കരമായ സൗഭാഗ്യം, ആ വലിയ സ്വപ്നം, ഡ്രീം അള്ളാഹു നമുക്ക് സാക്ഷാത്കരിച്ച് തരട്ടെ. നമ്മുടെ മുറാദ് അള്ളാഹു ഹസിലാക്കി തരട്ടെ. മദീനത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ആ പച്ച ഗുബയിലേക്ക് നോക്കി നിൽക്കുന്ന ആ സ്ഥലത്തൊക്കെ ആളുകളൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി ബാരിക്കെട്ടെന്നല്ലേ പറയാം, എന്താ പറയുക, അവിടെ ഉണ്ടാവും. നമ്മൾ ശരി അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നുകൊണ്ട് സലാം പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പുറത്തു വന്നിട്ടൊരു നിൽപ്പുണ്ട്. ആ ബാരിക്കെട്ടിൽ കൈ വെച്ചുകൊണ്ട് പച്ചക്കുബയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഹബീബിനോട് ഇങ്ങനെ പുഞ്ചിരിച്ച് സംസാരിക്കുന്ന ഒരു നിമിഷമുണ്ട്. സ്നേഹത്തോടെ ഉറ്റിനോട് കൊഞ്ചുന്നൊരു നിമിഷമുണ്ട്. പൊട്ടിക്കരയുന്ന നിമിഷമുണ്ട്. നമ്മുടെ വിഷമങ്ങൾ പറയുന്ന നിമിഷമുണ്ട്. തെറ്റ് ചെയ്തിട്ട്, വല്ലാണ്ട് തെറ്റ് ചെയ്തിട്ട് ആ പാപഭാരങ്ങളെല്ലാം, പാപഭാണ്ഡങ്ങളെല്ലാം ഇറക്കി വെച്ച് പൊട്ടിക്കരയുന്നൊരു നിമിഷമുണ്ട്. റഹ്മാനെ, സ്നേഹനിധിയായ അല്ലാഹ്, നിന്റെ ഹബീബ്, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നിന്റെ എല്ലാമായ ഹബീബിൻ്റെ പരിശുദ്ധമായ മദീനയിൽ വന്ന് ഹബീബിന് സുന്ദരമായി വിതുമ്പിക്കൊണ്ട് സലാം പറയാനും കൊഞ്ചി സംസാരിക്കാനും അല്ലാഹുവേ, ഹബീബിനോട് ഞങ്ങളുടെ സങ്കടങ്ങൾ ഉണർത്താനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. മദീനയിലെത്താൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ആ ബാരിക്കെട്ടുമൊക്കെ കൈ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് കുറച്ചേരം അങ്ങനെ നിന്ന് വല്ലാത്ത ഫീല്, ഭയങ്കര സുഖമാണത്, വല്ലാത്ത റാഹത്താണ്. എല്ലാവരും നമ്മളെ കൂടെ വന്ന് ഉംറക്ക് വന്ന ആളുകൾ ഉറങ്ങുമ്പോൾ നമ്മൾ എണീച്ചു പോകണം. 2 മണിക്കും 3 മണിക്കും 12 മണിക്കും 1 മണിക്കൊക്കെ എണീച്ചു പോകണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ, എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. മനസ്സറിഞ്ഞുകൊണ്ട് ആമീൻ പറയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് മദീനത്ത് പോകാൻ ഭാഗ്യം കിട്ടാത്തവരുണ്ടാവും. പോയവർക്ക് പെട്ടെന്ന് വിഷ്വൽ നമ്മുടെ കണ്ണിലേക്ക് കൊണ്ടുവരാൻ കഴിയുമല്ലോ. മദീനത്ത് പോയവർക്ക് പെട്ടെന്ന് ആ മുറ്റം മനസ്സിലോട്ട് കൊണ്ടുവരാൻ കഴിയും. പെട്ടെന്ന് കൈ വെക്കുന്ന രംഗം മനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയും. പച്ചക്കുബ്ബ മനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയും. പക്ഷേ പോകാൻ പറ്റാത്ത ആളുകളുണ്ടാവും. ഫോട്ടോ മാത്രം കണ്ടവർ അള്ളാഹുർക്കൊക്കെയും ഭാഗ്യം കൊടുക്കട്ടെ, തൗഫീഖ് കൊടുക്കട്ടെ. അവിടെ ചെന്നിട്ട് ആ കൈ വെച്ചുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നതെന്ന മനസ്സോടെ. നമ്മൾ ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്? കിന്നിങ്ങാർ. അവിടെയല്ല നമ്മൾ നിൽക്കുന്നതെന്ന് വെക്കുക. എനിക്ക് കുറച്ചൊരു 10 മിനിറ്റ് നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയാൽ എനിക്ക് നിങ്ങളെ മദീനത്തേക്ക് അങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ എനിക്ക് ടൈം വൈകിപ്പോയി. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ മനസ്സ് കണക്ട് ചെയ്തിട്ട് മദീന ആ മുറ്റത്താണ് നിൽക്കുന്നതെന്നുള്ള വല്ലാത്ത മനസ്സ് കൊണ്ട് നിന്നുകൊണ്ട് ഇൻഷാല്ലാഹ് ഞങ്ങളോട് പേറ്റിച്ചല്ലോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചെല്ലോ, അങ്ങനെ മനസ്സ് കൊടുക്കും. നിങ്ങൾ ഈ ഒരു 5 മിനിറ്റ്, ഒരു 3 മിനിറ്റ് അങ്ങനെ കൊടുക്കൂലേ? ആന്ന് പറയും, ഉറക്കെ പറയും, കൊടുക്കൂലേ? കാരുണ്യ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഉറക്കൻ അള്ളാഹുവിൻ്റെ ഹബീബ്, അള്ളാഹുവിന് പ്രിയപ്പെട്ടവർ. നമുക്കറിയാം മിഅ്റാജിൻ്റെ രാത്രിയിൽ, മിഅ്റാജിൻ്റെ ആ യാത്രയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യന് വല്ലാണ്ട് സങ്കടപ്പെടുമ്പോൾ, നമ്മൾ ഇതും കൂടെ പറഞ്ഞു നിർത്തും, വല്ലാണ്ട് വിഷമിക്കും. നമ്മൾ വീട്ടിലൊക്കെ മക്കളൊക്കെ വല്ലാണ്ട് സങ്കടപ്പെട്ട് പൊട്ടിക്കരഞ്ഞ് വിഷമിച്ച് നിൽക്കുമ്പോൾ, നമ്മൾ തന്നെ വല്ലാത്ത ദുഃഖത്തിലായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യണ ഒരു പരിപാടി ഉണ്ട്. എന്താ ചെയ്യുക? നമ്മൾ വല്ലാണ്ട് സങ്കടപ്പെട്ടാൽ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. ഇപ്പം ഞാൻ ഇത് പള്ളിയിൽ ദർസിൽ മുദ്രിസായിട്ട് വർക്ക് ചെയ്യാം. പക്ഷെ ഞാൻ ഈ വർഷം ഉപ്പൻ്റെ ഒപ്പം മുദ്രിസ് തന്നെ, ഉപ്പാനെ ദർസ് ഏൽപ്പിച്ച് ഉപ്പാട് പറഞ്ഞിട്ടുണ്ട്, ഈ കൊല്ലം എനിക്ക് ദർസിൽ അസിസ്റ്റൻ്റായിട്ട് മതി. കാരണം എന്തിനാറാം, വല്ലാത്ത നമുക്കൊരു അനുഭൂതി, ആസ്വാദനം കിട്ടുന്ന ഒരു സംഗതി ഉണ്ട്, യാത്ര. ഇങ്ങനെ സിയാറത്തും മറ്റൊക്കെ ആയിട്ട് ഭയങ്കര ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും മറ്റൊക്കെ പോയിട്ട് എല്ലാവരും പോകണം. യാത്ര അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാവരും നഷ്ടപ്പെട്ടു. ചെറുപ്പത്തിൽ ഉപ്പയില്ല. 6-ാം വയസ്സിൽ ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടുത്തെ അടിമ സ്ത്രീക്ക് വേണ്ടിയിട്ട് ഏൽപ്പിക്കുകയാണ്. അങ്ങനെ വളർന്നു വന്ന ആ പൊന്നുമോൻ അവസാനം ഖദീജുമ്മയും വഫാത്തായി, അബൂ ത്വാലിബ് വഫാത്തായി. എല്ലാവരും വഫാത്തായി. വല്ലാതെ വിഷമിച്ച് സങ്കടപ്പെട്ട് പൊട്ടിക്കരഞ്ഞിങ്ങനെ വിതുമ്പിക്കരഞ്ഞ് എനിക്ക് ആശ്വാസമായിരുന്നു ഖദീജുമ്മ. അബൂ ത്വാലിബ് എന്തൊക്കെ പറഞ്ഞാലും അബൂ ത്വാലിബ് ശത്രുക്കളും എല്ലാവരോടും വല്ലാണ്ട് ഉച്ചത്തിൽ സംസാരിച്ച് അള്ളാഹുവിൻ്റെ റസൂലിന് കവചം തീർത്തവരായിരുന്നു. എന്നാൽ അതുപോലെ തന്നെ ഖദീജുമ്മ വിഷമിച്ച് വല്ലാണ്ട് നെഞ്ച് വേദനിക്കുമ്പോൾ, വല്ലാണ്ട് ഹൃദയം വേദനിക്കുമ്പോൾ തടവിക്കൊടുത്തുകൊണ്ട് ആശ്വാസം നൽകിയവരായിരുന്നു ഖദീജുമ്മ. എല്ലാവരും വഫാത്തായി. ഹബീബിന് ആരുമില്ല, മിണ്ടാൻ, പറയാൻ, സംസാരിക്കാൻ, ഒന്ന് സാന്ത്വനപ്പെടുത്താൻ ആരുമില്ല. അങ്ങനെ വല്ലാണ്ട് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു വിളിക്കുന്നത് എങ്ങോട്ട്? ഏഴാകാശവും കടന്ന് അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലേക്ക്. നമ്മളിവിടെ പോണ വിഗാലാൻഡിൽ പോണ പോലത്തെ യാത്രയല്ല. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിനെ നേരിട്ട് നോക്കിക്കാണാനുള്ള വലിയ സുവർണ അവസരം നൽകിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത്. റസൂലിൻ്റെ സങ്കടം അള്ളാഹു മനസ്സിലാക്കി. അള്ളാഹു ഏഴാകാശം കടന്നുകൊണ്ട് ബുറാഖ് എന്ന് പറയുന്ന ഏറ്റവും ആഡംബരമായ വാഹനത്തിൽ ഏറ്റവും ആഡംബരമായ വസ്ത്രം നൽകി ഏറ്റവും അത്ഭുതകരമായ യാത്ര കൊടുക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൂടെ പറഞ്ഞു, ഇനി പെർമിഷൻ ഇല്ല. മാത്രമല്ല
ലക്ഷോപിലക്ഷം വരുന്ന അമ്പിയാക്കളെല്ലാം സ്വാഗതം അരുളുകയാണ്. അവരെല്ലാവരും ഒരുമിച്ച് കൂടി യാത്രയയക്കുകയാണ്. ആ രംഗം നിങ്ങൾ ആലോചിച്ച് നോക്കണം. ലക്ഷോപിലക്ഷം വരുന്ന അമ്പിയാക്കളെല്ലാം ഉള്ള തയ്യാർ ചെയ്തുക, മലക്കുകളുടെ ഡ്യൂട്ടികളൊക്കെ നിർത്തി അല്ലാഹുവിൻ്റെ റസൂൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായ ഓരോ അവസ്ഥകളിലായിരുന്നു അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്ര. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. അങ്ങനത്തെ സുന്ദരമായ നിമിഷം പോലും സമ്മാനിച്ചുവെങ്കിൽ അല്ലാഹു എത്രമാത്രം ഹബീബിന് ഇഷ്ടപ്പെടുന്നുണ്ടാകും. അല്ലാഹു അറിയപ്പെടണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അല്ലാഹു ഈ ലോകത്ത് ആദ്യമായി സൃഷ്ടിച്ചത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ്. ഖലഖത്തുൽ ഖൽഖ എന്നാണ് അവിടെ പറയുന്നത്. ആ ഖൽഖ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ നൂറാണ്. ആ നൂറിൽ നിന്നാണ് സർവ്വതും സൃഷ്ടിച്ചത്. അഥവാ അല്ലാഹു ഇത് സൃഷ്ടിച്ചത് തന്നെ, ഈ ലോകം പടച്ചത് തന്നെ ഒരേ ഒരാളോടുള്ള പ്രേമമാണ്, പ്രണയമാണ്, മഹബ്ബത്താണ്. മുത്തു മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിൻ്റെ റസൂലിനോടുള്ള വല്ലാത്ത സ്നേഹം കൊണ്ടാണ്. സർവ്വതും സ്നേഹമാണ്. നമ്മൾ ജീവിക്കുന്നത് അല്ലാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹമാണ്. നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ അല്ലാഹുവിൻ്റെ ഹബീബിനോടുള്ള സ്നേഹമാണ്. സർവ്വതും അല്ലാഹുവിൻ്റെ റസൂലിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് എവിടെയാണ് നിൽക്കുന്നത് മനസ്സോടുകൂടി ഇൻഷാ അല്ലാഹ് കൂടുതൽ നീട്ടിക്കൊണ്ടു പോവുകയല്ല, മനസ്സറിഞ്ഞുകൊണ്ട് ഞങ്ങളോടൊപ്പം ചെല്ലുക. ഓക്കെ, നിങ്ങളെ ഞാൻ കൈയൊന്നും പിടിക്കണമെന്നില്ല. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് ഇവിടെ കൊടുന്ന് ഇട്ടുകൊണ്ടിടും. നമ്മൾ കൂടുതൽ നീട്ടുന്നില്ല. 10 മിനിറ്റേ ഉള്ളൂ. ഇൻഷാല്ലാ അപ്പോൾ കൂടെ ഉറക്കെ ചെല്ലണം കേട്ടോ. മനസ്സറിഞ്ഞ് ഉറക്കെ ചെല്ലണം. അതിനാണ് ഇത്രയും സംസാരിച്ചത്. ഉറക്കെ ചെല്ലണം, മനസ്സറിഞ്ഞ് കണ്ണു ചുമ്മി ആ മദീനത്ത് ആ മുറ്റത്ത് ആണ് നിൽക്കുന്നത്. നല്ല മനസ്സിലേക്ക് വിഷ്വലൈസ് ചെയ്തിട്ട് നിങ്ങൾ ചൊല്ലണം. സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. നിങ്ങളെല്ലാവരും എന്തെങ്കിലും ഒന്ന് നിക്ഷേപിച്ചിട്ട് ഇൻഷാ അല്ലാഹ് അങ്ങനെ പോയിക്കോ. അതിയൗവൽ മൈദനായി പടച്ചു വെച്ച മുഹമ്മദ, ബദരിലും ബദൻ ലിങ്കിടുന്നോരെ കാണുവാൻ വീതി ഏകല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മണ്ണിലെ താരമേപതി റൗള വാഴുന്ന സൂനമേ, ഷ്കരിയാതെ പാടിടുന്നീവ സ്നേഹഗീതവും കേൾക്കണേ. സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് വന്നതിൽ എല്ലാവരും ഒന്ന് സഹകരിക്കണം. എല്ലാവരും ബാക്ക് നോക്കുന്നു, എല്ലാവരും വന്ന് ഇതിലേക്ക് സഹകരിക്കും. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. കേൾക്കുന്നു കേട്ടോ, എല്ലാവരും ഒന്ന് വന്ന് ഇതിൽ സഹകരിക്കും. യാ വലിയൽ ഹസനാതി യാ റഫീഅദ് ദറജാതി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗഫീറാൻ അന്നി ذنوبي واغفر لسيئاتي صلى الله
الله على محمد صلى الله عليه وسلم تغفر الخطايا والذنوب بالموبقات صلى الله على محمد صلى الله عليه وسلم أنت ستار المساوي ومقيل العثرات صلى الله على محمد صلى الله عليه وسلم علم سري وأخفى مستجيب الدعوات صلى الله على محمد صلى الله عليه وسلم ربنا ارحمنا جميعا ربنا ارحمنا جميعا لجميع الصالحات صلى الله على محمد صلى الله عليه وسلم മക്കത്തൂദിത്ത നീലാവേ പൂത്തിങ്കൾ നബിയേ ഹബീബേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മണിമുത്ത മദീന ഈലാണോ മന്ദാര ചെപ്പിൻ നഴകാണോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയേ മുഹമ്മദ് നബിയേ നബിമാരിലുള്ള കനി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്തല്ലാതെ നിങ്ങളിലില്ല തണി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ മാഹശറാത്തന്നിൽ ഉരുകും ശരീരം ശിദ്ദത്തിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി റഹ്മാൻ റഹീമായ രാജസീതായ റബ്ബേ അല്ലാഹുവേ ഞങ്ങളെ നീ കബൂൽ ചെയ്യണം റഹ്മാനെ അല്ലാഹുവേ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ചെയ്ത സർവ്വ തെറ്റുകളും ഞങ്ങളൊന്ന് പുറത്തു തരണേ റഹ്മാനെ അല്ലാഹു ഞങ്ങളുടെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ അല്ലാഹു ഞങ്ങളുടെ പാടിയതും ഞങ്ങളുടെ ചൊല്ലിയതുമായ സർവ്വ ഖസീദകളും ബുർദകളും അല്ലാഹുവേ മധുഗാനങ്ങളും ഖവാലികളും സർവ്വതും സ്വീകരിക്കണേ റഹ്മാനെ ഇതിന് മിസ്ല സവാബിൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ റൂഹിലേക്ക് എത്തിക്കണം റഹ്മാനെ അവിടുന്ന് അങ്ങോട്ട് നീ ഇഷ്ടപ്പെട്ട സർവ്വ അമ്പിയാക്കളും മുർസലീങ്ങൾ സഹാബത്ത് കിറാം സ്വാലിഹീങ്ങൾ മഹാത്മാക്കൾ ഔലിയാക്കൾ
മശായിഖുമാർ, അള്ളാഹു ഉസ്താദുമാർ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ സർവരിലേക്കും ഏറ്റിക്കണേ റഹ്മാനെ. സർവ്വ മുഅ്മിനീങ്ങളിലേക്കും ഏറ്റിക്കണേ റഹ്മാനെ. അവർക്കെല്ലാം മുഖ്റവിയായ ദറജകൾ നീ ഉയർത്തി കൊടുക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്കെല്ലാം നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. അവരുടെ ഖബറിടങ്ങളെ സ്വർഗ്ഗപ്രകാശപൂരിതമാക്കണേ റഹ്മാനെ. സ്വർഗത്തിലേക്കുള്ള കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ സ്വർഗത്തിലെ വിരിപ്പും വെള്ളവും വസ്ത്രവും ഭക്ഷണവും നൽകണേ റഹ്മാനെ. അള്ളാഹുവെ സ്വർഗത്തിലേക്കുള്ള കവാടങ്ങൾ തുറന്നു കൊടുക്കണേ റബ്ബേ. ഹബീബവരുടെ പരിശുദ്ധമായ ഷഫാത്തിൽ അവരെയും ഞങ്ങളിൽ പെടുത്തണം റഹ്മാനെ. ഹബീബവരുടെ പരിശുദ്ധമായ ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാനുള്ള ഭാഗ്യം അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാ. ഹബീബവരോടൊപ്പം ചേർന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് കിടക്കാനുള്ള ഭാഗ്യം അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ദുനിയാവും ആഖിറവും വെളിച്ചമാക്കി തരണേ അല്ലാ. ദുനിയാവും ആഖിറവും വിജയത്തിലാക്കി തരണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ വരുമാന വഴികൾ, തൊഴിലുകൾ, ബിസിനസ്സുകൾ, ഏർപ്പാടുകൾ, കച്ചവടങ്ങൾ സർവ്വതിലും അഭിവൃദ്ധിയും ഐശ്വര്യവും നൽകണേ റഹ്മാനെ. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അള്ളാഹുവെ കടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും എല്ലാം ഞങ്ങൾക്ക് മോചനം നൽകണേ അല്ലാ. എല്ലാവരുടെയും രോഗങ്ങൾ ശിഫിയാക്കി കൊടുക്കണേ റഹ്മാനെ. എല്ലാവരുടെയും മുറാദുകൾ ഹസനാക്കി കൊടുക്കണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോ ഉമ്മമാർ, ഓരോ ഉപ്പമാർ, കാരണവന്മാർ, യുവാക്കൾ, ഉസ്താദുമാർ, പിഞ്ചുമക്കൾ, അള്ളാഹു എല്ലാവരുടെയും ഹൃദയാന്തരത്തിൽ എന്തെല്ലാം മുറാദുകളുണ്ടോ എല്ലാം റാഹത്തോടുകൂടി നീ അവർക്ക് നിറവേറ്റി കൊടുക്കണേ അല്ലാ. അള്ളാഹു ഞാൻ ഇവിടെ ഈ പരിശുദ്ധമായ മജ്‌ലിസിലേക്ക് സംഭാവന ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞപ്പോൾ ഇതിലേക്ക് സ്വതക്ക ചെയ്ത് വല്ലാത്ത വിശാലമായ മനസ്സ് കാണിച്ച ആളുകൾ അള്ളാഹുവെ അവരെ നീ സ്വീകരിക്കണേ അല്ലാ. അവരുടെ മുറാദുകൾ ഹസ്ലാക്കി കൊടുക്കണേ അല്ലാ. അവർക്ക് നീ സന്തോഷം കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഈമാൻ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഹിദായത്ത് നൽകണേ അല്ലാ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച റാഹത്തോടുകൂടി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. അള്ളാഹുവെ അബീബോരോട് വല്ലാത്ത മഹബത്തും വല്ലാത്ത ഇഷ്ടവും വല്ലാത്ത ഇഷ്കും നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. മദീനയിലേക്ക് പലവട്ടം പോകാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. നിസ്കാരങ്ങളിലും ഇബാദത്തുകളിലും കൂടുതൽ കൂടുതൽ താല്പര്യവും ആവേശവും നൽകണേ അല്ലാ. അള്ളാഹു ഞങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും നീ നീക്കണേ റബ്ബേ. ഈമാൻ അവതാളത്തിലായി പോകുന്ന പ്രയാസം ഞങ്ങൾക്ക് നൽകരുത് റഹ്മാനെ. സർവ്വമുറാദുകളും ഹസ്ലാക്കി തരണേ റഹ്മാനെ. ജീവിക്കുന്ന കാലം അത്രയും ഇസ്സത്തോടുകൂടെ ജീവിപ്പിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിപ്പിക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അള്ളാഹു ഈ പരിപാടിക്ക് വേണ്ടി ഓടി നടന്നവർ, ഇവിടുത്തെ സംഘാടകർ, ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടവർ, ഇതിനുവേണ്ടി സഹായിച്ചവർ, ഇതിനോട് ചേർന്ന് നിന്നവർ, അള്ളാഹുവെ എല്ലാവരുടെയും മുറാദുകൾ ഹസ്ലാക്കി കൊടുക്കണേ റബ്ബേ. എല്ലാവർക്കും സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. എല്ലാവർക്കും ഹബീബിൻ്റെ തൃപ്തിയും നിൻ്റെ തൃപ്തിയും നൽകണേ റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. കുറേ ആൾ ഇതിൽ ബക്കറ്റിൽ ഇനിയും തരാനൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ് കുറച്ച് സ്വലാത്തില്ല കൈ വന്നിട്ട് മുസാഫത്ത് ചെയ്തിട്ട് നിങ്ങളിതിലിട്ട് പോയി കളി. അതൊരു പ്രയാസമാകും. കാരണം പ്രത്യേകമായിട്ട് വീണ്ടും പറഞ്ഞിട്ട് കുറേ ആളുകൾ ഇവിടെ എത്താത്തുണ്ട്. ഇൻഷാ അല്ലാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കിലുള്ള ആളുകളൊക്കെ തരാനുള്ള ഒരു ഇതിലേക്ക് വരൂ സംഭാവന ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അള്ളാഹു ഖബൂലാക്കട്ടെ. ചെറിയൊരു സ്വതക്കെങ്കിലും ഒരു 10 രൂപയെങ്കിലും 20 രൂപയെങ്കിലും നിങ്ങൾ ഇതിലേക്ക് നൽകുമ്പോൾ വലിയൊരു പുണ്യമാണ് കിട്ടുന്നത്. നഷ്ടപ്പെടുത്തരുത് ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. എല്ലാവരോടും ഹൃദ്യമായ സ്നേഹ സന്തോഷങ്ങൾ അറിയിക്കുന്നു. പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടുത്തെ സംഘാടകരോടെല്ലാം ഹൃദ്യമായ സന്തോഷം അറിയിക്കുന്നു. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയത് മുതൽ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ഈ സംവിധാനം ഇവിടെ സുന്ദരമായി കാണുമ്പോൾ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട പലരും ആരുടെ മണ്ണിലാണ്. അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ഇന്നത്തെ പരിപാടിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ ഇവിടെ ചായയും കടിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു സാമ്പത്തികമായും അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്തവർ, സഹായിച്ചവർ ഒരുപാട് ആളുകളുണ്ട്.
അതുപോലെ തന്നെ ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുത്തവരുണ്ട്, തങ്ങന്മാർക്ക് ഭക്ഷണം കൊടുത്തവരുണ്ട്. ഇങ്ങനെ പല നിലക്കും സാമ്പത്തികമായും ശാരീരികമായും 2 ദിവസങ്ങളോ ആഴ്ചകളോളമായി ഈ ഒരു സംവിധാനം ഇത്ര ഭംഗിയായി ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ഇതിൻ്റെ SIS-ൻ്റെയും SKSF-ൻ്റെയും സുന്നി ബാലവേദിയുടെയും കർമ്മോത്സുകരായ പ്രവർത്തകർ, അവരോടൊപ്പം ഒരു ചെറുപ്പക്കാരെ പോലെ ഇതിനു വേണ്ടി പിന്തുണയുമായി വന്ന ഇവിടെയുള്ള പ്രായമുള്ള ആളുകൾ അടക്കമുള്ള ആളുകളൊക്കെ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു റഹമായ പ്രതിഫലം നൽകട്ടെ. അതുപോലെ തന്നെ അടുത്ത വർഷത്തേക്ക് ഒരുപാട് ആളുകൾ ഇവിടെ ഹദിയ നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നൽകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളെ പേരും കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷത്തേക്ക് വേണ്ടിയുള്ള പട്ടിക അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ, ഉമ്മമാർ, സഹോദരിമാർ ഈ സംവിധാനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി സംഭാവനകളൊക്കെ നൽകിയിട്ടുണ്ട്. പല ഉദ്ദേശങ്ങളാണ് അവർ പറഞ്ഞത്. ഉസ്താദ് അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും സദഖ കബൂലാക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു 2 ലോകത്ത് നൽകട്ടെ. ഇവിടെ ഇത്ര സുന്ദരമായ ഇവിടെ നമ്മുടെ ഉദ്ഘാടന പരിപാടിയും അതോടൊപ്പം ഇവിടെ ഇഷ്ക് മജ്ലിസും പ്രഭാഷണങ്ങളും ഒക്കെ നടത്തിയ പ്രിയപ്പെട്ട ഉസ്താദന്മാർക്കും അതുപോലെ തന്നെ മൈക്ക് സെറ്റ് വളരെ ഭംഗിയായി ഇവിടെ സംവിധാനിച്ച AK സൗണ്ട്സ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ലൈവ് ബാദ്ഷ പള്ളപ്പാടി ലൈവ്, അതുപോലെ അതിൻ്റെ പ്രിയപ്പെട്ട ആഷിഖ് അടക്കമുള്ള ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ, പ്രിയപ്പെട്ട നാട്ടുകാർ, അയൽ നാട്ടുകാർ, പ്രിയപ്പെട്ട അടുത്ത ജമാഅത്തുള്ള ഉസ്താദന്മാർ, എല്ലാവർക്കും ഹൃദയംഗമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ഈ സംവിധാനവുമായി നിങ്ങളുടെ സജീവമായ പിന്തുണയും പ്രാർത്ഥനയും സഹകരണം ഉണ്ടാവണമെന്ന് കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സംഗമം ഇവിടെ അവസാനിക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി